പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. അനുഗ്രഹീതമായി നല്ല പ്രഭാതം. മോർണിംഗ് മന്നായിലെ ഒരു പുതിയ സന്ദേശം ഞാൻ നിങ്ങളോട് പങ്കുവെക്കാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. ബൈബിൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ എങ്ങനെ നമുക്ക് കഴിയുമെന്നുള്ള ആ ഒരു ചിന്ത ദൈവഭക്തന്മാരുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ചിന്തിക്കാൻ പോകുന്ന ചില നഷ്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നു. അതിനെ എങ്ങനെ ദൈവത്താൽ നമുക്ക് മറികടക്കാം. യോബിൻ്റെ ജീവിതമാണ് നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത്. 1-ാം അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യം. ആമേ, യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടട്ടെ എന്ന് പറഞ്ഞു. ഇതിലൊക്കെ യോബ് പാപം ചെയ്യുകയോ ദൈവത്തിന് ഭോഷത്വം ആരോപിക്കുകയോ ചെയ്തില്ല. 2 കാര്യം ഇവിടെ നമുക്ക് കാണാൻ കഴിയും. ചെറിയ സംഭവമാണോ ദൈവമക്കളെ? കോടികളുടെ ആസ്തി നഷ്ടപ്പെട്ടു, 10 മക്കൾ നഷ്ടപ്പെട്ടു. പക്ഷെ ആ ദൈവഭക്തൻ്റെ സമീപനം കണ്ടോ? ആ വിഷയത്തോടുള്ള ബന്ധത്തിൽ ആമേ, ഒരു പൊട്ടി സംസാരിക്കുന്ന പോലെ സംസാരിക്കുന്നെന്ന് ആ സൗകര്യം പറഞ്ഞ പദം കണ്ടോ? ദൈവത്തെ തെജ് പറഞ്ഞിട്ട് പോയി മരിക്കും മനുഷ്യ. അല്ലെങ്കിൽ ഇപ്പോഴും ദൈവം പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ? ഇവിടെയാ ദൈവഭക്തനായ യോബിൻ്റെ വിശ്വാസം അവിടെ വെളിവാകുന്നത്. ദൈവം ഇതിലെ നിന്റെ വിശ്വാസത്തെ ഊട്ടി ഉറപ്പിക്കാനായിട്ട് ഒരുപക്ഷെ ചില നഷ്ടങ്ങൾ നിന്റെ ജീവിതത്തിൽ കടന്നു വരും. ആ നഷ്ടങ്ങൾ വരുമ്പോൾ അതിനോടുള്ള നിങ്ങളുടെ സമീപനം ദൈവം അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും കടന്നു വരത്തില്ല എന്നുള്ളൊരു ചിന്തയായിരിക്കണം. അങ്ങനെ പറയണം കേട്ടോ. ചിലപ്പോൾ നിങ്ങളെ കുറ്റപ്പെടുത്തുന്ന ആൾക്കാരെ കാണത്തുള്ളൂ. സ്വന്തം ഭാര്യയെ ആശ്വസിപ്പിക്കേണ്ട ഭാര്യ, ചേർത്ത് നിർത്തേണ്ട ഭാര്യ കുറ്റപ്പെടുത്തുക. എന്തുകൊണ്ട് അവൾ കുറ്റപ്പെടുത്താൻ ഇടയായി തീർന്നത്? അവൾ ആ നന്മകളിൽ മതിമറന്നിരിക്കുമായിരുന്നു. യോബ് ആ നന്മകളിൽ മതിമറന്നിരിക്കുമായിരുന്നു? അല്ല, അവനവിടെ ദൈവഭക്തനായിട്ടിരിക്കുമായിരുന്നു. ആ നന്മകളെക്കാട്ടിലൊക്കെ വലിയ സമ്പത്താണ് എൻ്റെ ദൈവം എന്നുള്ള ചിന്തയായിരുന്നു അവനുണ്ടായിരുന്നത്. അങ്ങനൊരു ചിന്ത എനിക്ക് നിങ്ങൾക്ക് ഉണ്ടെങ്കിലുണ്ടല്ലോ, നഷ്ടങ്ങൾ വരുമ്പോൾ നമ്മളത് നമ്മളെ ബാധിക്കത്തില്ല. ദൈവവൈദ്യരെ നിന്നെ പാപത്തിലകപ്പെടുത്താൻ, ദൈവകൃപയിൽ നിന്നെ വീഴ്ത്തിക്കളയാൻ ചിലപ്പോൾ ദൈവം ചില സന്ദർഭങ്ങളിൽ പിശാചിന് മൗനാനുവാദം കൊടുക്കും. എന്തുകൊണ്ടാണ് ദൈവം കൊടുക്കുന്നറിയാം? നീ തെറ്റിപ്പോകത്തില്ലെന്ന് ദൈവത്തിന് നല്ലോണം അറിയാവുന്നത് കൊണ്ടാണ്. പത്രോസിനെ ദൈവം അനുവദിച്ചില്ല. മോനെ, സാത്താൻ നിന്നെ പാറ്റാതിരിക്കുന്ന ദൈവത്തോട് അപേക്ഷിച്ചു എന്നാണ് വായിക്കുന്നത്. എന്നാൽ യോബിൻ്റെ വിഷയത്തിൽ ദൈവം അനുവദിച്ചു. എടാ പിശാചേ, നീ യോബിൻ്റെ നേരെ എന്തോ വന്നിട്ടാലോ അവൻ വീണ് പോകത്തില്ലടാ. ഇതാ ദൈവത്തിന് ഗ്യാരണ്ടി. ആ ഗ്യാരണ്ടി എനിക്ക് നിങ്ങൾക്ക് ദൈവത്തിന് കൊടുക്കാൻ കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരായിട്ട് മാറും, ഏറ്റവും ബ്ലസ്സഡായിട്ട് മാറും. നോക്കിയേ, ഇവിടെ എന്താ സംഭവിച്ചത്? ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടട്ടെ എന്ന് പറഞ്ഞു. ഇവിടെ ദൈവത്തിന് അവിടെ മഹത്വം കൊടുക്കുക. നിൻ്റെ വേദനയുടെ നടുവിലെ ദൈവത്തിന് നീ മഹത്വം കൊടുക്കുമ്പോഴേ പിശാചിന് അത് ഏറ്റവും വലിയൊരു പ്രഹരമായിട്ട് മാറുകയാണ്, അടിയായിട്ട് മാറുകയാണ്. അതുമാത്രമല്ല, ആ വേദനയുടെ പ്രയാസത്തിൽ നിന്ന് എത്രയും വേഗം നീ റിക്കവർ ആകുവാൻ സ്വർഗത്തിൽ ദൈവം കൃപ ചെയ്യും. ഹല്ലേലൂയ. ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ദൈവാത്മാവ് പറയുക, നിങ്ങളുടെ ജീവിതം ഏറ്റവും ബ്ലെസ്സഡായിട്ട് മാറണമോ, ഒന്നിലും മനസ്സ് കൊടുക്കാതെ കർത്താവിൽ മാത്രം മനസ്സ് കൊടുത്ത് കർത്താവിൽ മാത്രം ആശ്രയിച്ച് മുന്നോട്ട് പോവുക. 10 മക്കൾ നഷ്ടപ്പെട്ടു. ഹൃദയത്തിൽ വേദന ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞത്, ഉണ്ട്. എന്നാൽ എൻ്റെ ദൈവം ആ വേദനയുടെ നിയന്ത്രണത്തെ ഏറ്റെടുക്കും. ആ ഒരു കൺട്രോൾ, ആ ഒരു ആത്മീയനുഭവം ഹല്ലേലൂയ ഈ പ്രഭാതത്തിലും നമ്മുടെ മേൽ കർത്താവ് നൽകി തരട്ടെ, അധികമായിട്ട് നൽകിയത്. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, യേശുവിൻ്റെ നാമം ചൊല്ലി ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കായി ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ജീവിതത്തിൽ ഇന്നലകളിൽ വന്ന നഷ്ടത്തിൽ ദൈവത്തോട് പരാതിയും പരിഭവവും പറഞ്ഞ് പിറുപിറുക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, യോബ് ഞങ്ങൾക്ക് തിരുവചനത്തിനകത്ത് തന്ന മാതൃക ഞങ്ങളുടെ ലൈഫിൽ ആപ്ലിക്കബിൾ ആക്കാൻ, ഇംപ്ലിമെൻ്റ് ആക്കാൻ കൃപയും കരുത്തും ബലവും ശക്തിയും തരണമേ. ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ മേലും ജീവൻ വ്യാപരിക്കട്ടെ. മഹത്വം അങ്ങേക്ക്, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഈ ഭാഗം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ 2 കാര്യം സംഭവിക്കും. നമ്മുടെ മനസ്സ് മുറിവേൽക്കാത്ത രീതി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. 2, നഷ്ടങ്ങൾ കടന്നു വന്നാലും
അതൊരു ഭാരമായിട്ട് മാറാത്ത രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയും. മേ ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. മോർണിംഗ് മന്ന സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. പാസ്റ്റർ ബിനു വട്ടപ്പാറ. ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി 9745600023 എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു: 97 45 60 00 23. ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.